Good morning children. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി യൂണിറ്റ് 3 ആണ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കാം. നമുക്ക് ഹ്യൂമൻ ബോഡി ആണെങ്കിലും പാർട്സ് സയൻസിൽ നിങ്ങൾ പഠിക്കുമല്ലോ അല്ലേ? ഹ്യൂമൻ ബോഡിയിൽ ഓരോ പാർട്സുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനും എന്തുണ്ട്? ഓരോ പാർട്സുകൾ ഉണ്ട്. Just like human body which has many parts, a computer also have different parts. എങ്ങനെയാണോ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനും എന്തുണ്ട്? പാർട്സുകൾ ഉണ്ട്. In this lesson we are going to learn about different parts of the computer and their uses. കമ്പ്യൂട്ടറിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, അതിന്റെ ഉപയോഗങ്ങളും. അപ്പോൾ ഫസ്റ്റ് വൺ മോണിറ്റർ, MONITOR, മോണിറ്റർ. Monitor or the screen help us to watch movie or play game just like a TV screen. നമ്മൾ എങ്ങനെയാണോ TV സ്ക്രീനിൽ സിനിമകളും പാട്ടുകളും സീരിയലെല്ലാം കാണുന്നത്, അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിലെ മോണിറ്ററും. മോണിറ്ററിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഗെയിം കളിക്കുന്നതും നമ്മൾ സിനിമ കാണുന്നതും എല്ലാം മോണിറ്ററിലൂടെയാണ്. കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മളതിന് കമ്പ്യൂട്ടറിലെ ഈ മോണിറ്റർ എന്ന ഭാഗമാണ്. നമ്മൾ TV ആണെങ്കിൽ അത് സ്ക്രീൻ എന്ന് പറയുന്നു. കമ്പ്യൂട്ടറിലായതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു? മോണിറ്റർ എന്ന് പറയുന്നു. അടുത്ത നോക്കൂ, CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ CPU പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. CPU is the brain of a computer. കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് CPU. It is most important part of the computer. കമ്പ്യൂട്ടറിന്റെ തന്നെ ഏറ്റവും പ്രധാന ഭാഗമാണ് CPU. CPU ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ CPUവിനെ എന്ത് പറയുന്നു? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അടുത്ത നോക്കൂ, കീബോർഡ്, KEYBOARD, കീബോർഡ്. Keyboard help us to type letters, numbers, special symbols. അപ്പോൾ നമ്മുടെ കീബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടൈപ്പ് ചെയ്യാൻ. എന്തൊക്കെ ടൈപ്പ് ചെയ്യാനാണ്? ലെറ്റേഴ്സുകളും നമ്പേഴ്സുകളും സിംബൽസുകൾ, അടയാളങ്ങളും എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീബോർഡ് ഉപയോഗിക്കുന്നത്. There are many keys or button on a keyboard. കീബോർഡിൽ ഒരുപാട് കീകളും ബട്ടൺസുകളും കാണാൻ സാധിക്കും. അടുത്ത് നോക്കൂ, മൗസ്. മൗസ് ഈസ് യൂസ്ഡ് ടു പോയിന്റ് ആൻഡ് സെലക്ട് ഐറ്റം ഫ്രം എ കമ്പ്യൂട്ടർ. നമ്മൾ ഈ മൗസ് ഉപയോഗിച്ചാണ് എല്ലാ ഐറ്റംസും സ്ക്രീനിൽ നമ്മൾ ഓരോ ഐറ്റംസ് വരുന്നതും. എന്തുകൊണ്ടാണ്? എന്താണ്? ഒരു ആരോ മാർക്ക് പോലെയുള്ളത് നമ്മൾ ഇങ്ങനെ ഇതിൽ അമർത്തി കഴിഞ്ഞ് മൗസിൽ അമർത്തി ആരോ മാർക്ക് പോലെയുള്ളത് വരും. അത് വെച്ചിട്ടാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്യുന്നത്. മൗസാണ് പോയിന്റ് ഇട്ട് നമുക്ക് തരുന്നത്. അതൊരു പോയിന്റ് ആണ്. നമ്മൾ മൗസിൽ അമർത്തിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ, ഐറ്റംസ് സെലക്ട് ചെയ്യാൻ. അടുത്ത് നോക്കൂ, മൈക്രോഫോൺ. മൈക്രോഫോൺ ഹെൽപ്പ് us to record voice in the computer. It is called ഓഡിയോ റെക്കോർഡിംഗ്. മൈക്രോഫോൺ എന്താണെന്ന് പറഞ്ഞാൽ റെക്കോർഡ് വോയിസ് ഇൻ ദ കമ്പ്യൂട്ടർ. നമ്മൾ പറയുന്ന ഓരോന്നും കമ്പ്യൂട്ടറിൽ വോയിസ് രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് മൈക്രോഫോൺ. ഇറ്റ് ഈസ് കോൾഡ് ഓഡിയോ റെക്കോർഡിംഗ്. അതിന് നമ്മൾ എന്ത് പറയും? മൈക്രോഫോണിനെ ഓഡിയോ റെക്കോർഡിംഗ് കൂടി പറയാറുണ്ട്. നമ്മൾ പറയുന്നതിനെ എന്ത് ചെയ്യാനാണത്? റെക്കോർഡ് ചെയ്ത് എഴുതാനാണ് മൈക്രോഫോൺ. അടുത്ത നോക്കൂ, ജോയ്സ്റ്റിക്. ജോയ്സ്റ്റിക്സ് ആർ യൂസ്ഡ് ടു പ്ലേ വീഡിയോ ഗെയിം. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? വീഡിയോ ഗെയിം കളിക്കാനാണ് ഏതെടുക്കുന്നത്? ജോയ്സ്റ്റിക് എന്ന പാർട്ട് എടുക്കുന്നത്. ജോയ്സ്റ്റിക്, JOYSTICK, ജോയ്സ്റ്റിക്. അടുത്ത നോക്കൂ, സ്കാനർ, SCANNER, സ്കാനർ. സ്കാനർ ആർ യൂസ്ഡ് ടു കോപ്പി ഫോട്ടോസ് ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ എന്താണ്? ഫോട്ടോസുകളെല്ലാം കോപ്പി ചെയ്തെടുക്കാനാണ് സ്കാനർ ഉപയോഗിക്കുന്നത്. സ്കാനറിൽ എന്ത് നമ്മൾ ഉപയോഗിക്കുന്നു? ഫോട്ടോസുകൾ കോപ്പി ചെയ്ത് എടുക്കുന്നു. അടുത്ത് നോക്കൂ, സ്പീക്കേഴ്സ്, SPAKERS, സ്പീക്കേഴ്സ്. Speakers help us to listen to sound and music in desired volume level. Speakers പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ശബ്ദവും അതുപോലെ തന്നെ പാട്ടും നമ്മൾക്ക് ഏത് അളവിലാണോ നമ്മൾക്ക് കേൾക്കേണ്ടത് ആ അളവിൽ കേൾക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്പീക്കേഴ്സ്.
സ്പീക്കർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതിലൂടെയാണ് നമ്മൾക്ക് എന്ത് കേൾക്കുന്നത്? പാട്ട് കേൾക്കുകയും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സൗണ്ട് എല്ലാം കേൾക്കുന്നത് സ്പീക്കേഴ്സിലൂടെയാണ്. അടുത്ത നോക്കൂ, പ്രിന്റേഴ്സ്, PRINTERS, പ്രിന്റേഴ്സ്. Printers give photos, pictures and letters on a sheet of paper. പേപ്പറിൽ നമ്മൾക്ക് എന്ത് തരുന്നു? പ്രിന്റർ എന്ത് തരുന്നു? പ്രിന്റഡ് ആയിട്ട് ഫോട്ടോസും പിക്ചേഴ്സും ലെറ്റേഴ്സും പ്രിന്റ് ചെയ്ത് തരുന്നതാണ് പ്രിന്റേഴ്സ്. ചിത്രരൂപത്തിൽ നമ്മൾക്ക് അതിനെല്ലാം ചിത്രരൂപത്തിൽ വരച്ചു തരുന്നതാണ് ഏതാണ്? പ്രിന്റേഴ്സ്. മനസ്സിലായോ? അടുത്ത നോക്കൂ, ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് സ്ക്രീൻ can be used by simply touching on the computer screen. ടച്ച് സ്ക്രീനിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് ടച്ച് ചെയ്യുക, നമ്മളൊന്ന് തൊടുക, സ്ക്രീനിൽ തൊടുക, അതാണ് ടച്ച് സ്ക്രീൻ. can be used by simply touching on the computer screen. കമ്പ്യൂട്ടർ സ്ക്രീൻ നമ്മളൊന്ന് തൊടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. അതും ഒരു പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ആണ്. Just like we keep things in a cupboard, computer can also store games, letters, stories in CDs and pen drives, etc. അപ്പോൾ നമ്മൾ just like to keep things in a cupboard, നമ്മൾ കബോർഡിൽ എങ്ങനെയാണോ വസ്ത്രങ്ങളെല്ലാം അടുക്കി വൃത്തിയായി വെക്കുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? can also store ഗെയിമുകൾ അടുക്കി വെക്കാൻ സാധിക്കും, ലെറ്റേഴ്സ് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും, സ്റ്റോറീസ് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും, CDസും പെൻ ഡ്രൈവ്സും എല്ലാം വൃത്തിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾക്ക് കമ്പ്യൂട്ടറിന് കഴിയും. എങ്ങനെയാണ് നമ്മൾ കബോർഡിൽ സൂക്ഷിച്ചു വെക്കുന്നത് എല്ലാ വസ്ത്രങ്ങളും, അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി CD ആൻഡ് DVD, ഇതൊക്കെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? CD-കൾ നമ്മൾ ആനുവൽ ഡേ കഴിഞ്ഞാൽ ഓരോ CD-കൾ കിട്ടും അല്ലേ? CD, DVD ഇതെല്ലാം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. DVDs ആർ റൗണ്ട് ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് അറിയാലോ? അതിൻ്റെ ഷേപ്പ് എന്താ? റൗണ്ട് ഷേപ്പ്. ഇനി അടുത്ത് നോക്കൂ, ഫ്ലോപ്പി ഡിസ്ക്. എന്താ ഫ്ലോപ്പി ഡിസ്ക്? ഫ്ലോപ്പി ഡിസ്ക് ആർ നോട്ട് യൂസ് ദീസ് ഡേയ്സ്. ഈ അടുത്ത കാലത്തൊന്നും ഫ്ലോപ്പി ഡിസ്ക് ആരും ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. എന്താണ്? ഇപ്പോൾ പെൻ ഡ്രൈവും എല്ലാം വന്നു, അതിൻ്റെ പകരം ഫ്ലോപ്പി ഡിസ്കിന് പകരം നമ്മൾ മറ്റു ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെൻ ഡ്രൈവ്. അടുത്ത നോക്കൂ, പെൻ ഡ്രൈവ് ക്യാൻ ബി ക്യാരിഡ് വേറെവർ യു വാണ്ട്. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പെൻ ഡ്രൈവിനെ കൊണ്ടുപോകാൻ സാധിക്കും. പോക്കറ്റിൽ ഇട്ടിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലോപ്പി ഡിസ്ക് ഒന്നും ആരും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. എന്താ ഉപയോഗിക്കുന്നത്? പെൻ ഡ്രൈവ്. ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ്. ഹാർഡ് ഡിസ്ക് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ഭാഗമാണ്. എന്താണ്? പ്ലേസ്ഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. ഹാർഡ് ഡിസ്ക് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ് വെക്കുന്നത്. ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല? റിമൂവ് ചെയ്യാൻ സാധിക്കില്ല, വേർപെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഹാർഡ് ഡിസ്ക്. അടുത്ത് നോക്കൂ, മെമ്മറി കാർഡ്. മെമ്മറി കാർഡ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഇമേജസ്, വീഡിയോ, സോങ്സ് ഇൻ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡിജിറ്റൽ ക്യാമറ. ഇനി എന്താണ് ഈ മെമ്മറി കാർഡ്? മെമ്മറി കാർഡ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഇമേജസ്. നമ്മളെ ഈ ഇമേജസ് എല്ലാം നമ്മുടെ ഫോട്ടോസ് ആണെങ്കിൽ, വീഡിയോ, സോങ്, പിന്നെന്താണ് മൊബൈൽ ഫോണിലും സ്മാർട്ട് ഫോണിലും ഡിജിറ്റൽ ക്യാമറയിലും എല്ലാം ഉള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മറി കാർഡിലാക്കി സൂക്ഷിച്ച് വെക്കുന്നു. മനസ്സിലായോ? എല്ലാതും എന്ത് ചെയ്യുന്നു? കാർഡ് രൂപത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിലും എന്തുണ്ട്? മെമ്മറി കാർഡ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ അതാണ് നമ്മൾ അതിൻ്റെ എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നതാണ് മെമ്മറി കാർഡ്. അപ്പം നമ്മൾ ഇത്രയുമാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഈ തേർഡ് ചാപ്റ്റർ. അപ്പോൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്. വൃത്തിയായിട്ട് ഓരോ പാർട്സുകളും വൃത്തിയായി ചിത്രം നോക്കി നോക്കി പഠിക്കുക. ഞാൻ ഈ എടുത്തു തരുന്ന ഈ ലെസൺ നിങ്ങൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ചിത്രങ്ങൾ നോക്കി പഠിക്കുക. എന്താണ് ചിത്രങ്ങളൊക്കെയാണ് എക്സാമിന് വരുന്നത്. അതിൻ്റെ പേരെല്ലാം നിങ്ങൾ തനിയെ എഴുതുക. ഓക്കെ, എഴുതി പഠിക്കുക സ്പെല്ലിംഗ്.